അപ്പൊ ആ പെണ്ണ 20 കൊല്ലം ജയിലിൽ 20 കൊല്ലം സോഷ്യൽ മീഡിയ അത് മീഡിയ ആയിട്ടുണ്ട്. അയാൾ മാന്യമായ രീതിയിൽ ഇടപെടുന്ന മനുഷ്യൻ. അതുകൊണ്ട് അയാൾ പെട്രോൾ പമ്പ് അനുഭവിച്ച് കൊടുക്കാത്തതിനെ കൂടി ചെയ്ത പണിയാണ് ഇതെന്ന് പറഞ്ഞാൽ വെറും ഒരു മനുഷ്യന് മനഃപൂർവ്വം ചതിക്കുന്നതിനേക്കാൾ വലിയൊരു നീചപ്രവൃത്തി ഈ ലോകത്ത് വേറെ ഇല്ല. ആ ഒരു കേസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ആരും വിശ്വസിക്കൂല. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഭയങ്കരമായിട്ട് ഓവറായി കാണിക്കുന്നുണ്ട്. കാരണം സ്ത്രീകളെ ബസ്സിൽ കയറാൻ പാടില്ല എന്നുള്ളൊരു ബോർഡ് വെക്കുന്നതും അതും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ചീത്തയാൾ വന്നാൽ ചീത്തയാൾ നല്ലവനാകുകയല്ല ചെയ്യുന്നത്, നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ദേഷ്യം ചാടയൊക്കെ ഉള്ളു പാവങ്ങള്. ഷിംജിതയുടെ കേസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സെർച്ച് ഹിസ്റ്ററിയിലുള്ള ഒരു കേസാണ്. ഇപ്പൊ നമ്മുടെ കേരളം തന്നെ ഏറ്റവും കൂടുതൽ നോക്കി നിൽക്കുന്ന ഒരു കേസ്. സോ നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പുരുഷന്മാരുടെ കേസിൽ ജസ്റ്റിസ് കിട്ടുക എന്നുള്ള ഒരു കാര്യം കേരളത്തില് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്താണ് ഓൾറെഡി പുരുഷന്മാർ. അപ്പോൾ അതിന്റെ ഒരു കേസിൽ പറയുവാണെങ്കിൽ ഇപ്പോ ഷിംജിത എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു ഇത് കണ്ടായിരുന്നില്ല, ബസ്സിൽ ഇരിക്കുമ്പോ കാർബോർഡ് വെച്ചിട്ടിരിക്കണം. അത് ഓക്കെ ആയിട്ട് തോന്നുന്നു. പക്ഷെ ഒരാൾ ചെയ്തതല്ല, അത് ഓക്കെ ആയിട്ട് തോന്നില്ല. കാരണം എന്നാൽ നമ്മൾ സ്ത്രീകൾ വീണ്ടും കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം ഇന്നലെ തന്നെ എനിക്കും ഇതുപോലെ ഒരു ബാഡായിട്ട് കുറച്ച് അനുഭവം ഉണ്ടായി. പക്ഷെ ഇപ്പോ ആ ഒരു കേസ് നടക്കുന്നോണ്ട് തന്നെ ഇപ്പൊ ആരും വിശ്വസിക്കൂല. അവരെ തന്നെ നോർമലൈസ് ചെയ്ത് കാണുന്ന ഒരു ടൈപ്പ്. ഇതിപ്പോ ഇറങ്ങിയ ശേഷം മുന്നേ കുറെ കേസ് നടന്നില്ലേ, അതൊക്കെ ഇതുപോലെ നടന്നാണെന്ന് പറയുന്നത്. അത് തെറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോ ദീപക് എന്ന് പറഞ്ഞ ആൾക്ക് ജസ്റ്റിസ് കിട്ടുക എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീകൾ ഇതിനു മുന്നേ കുറെ, എനിക്ക് തന്നെ എപ്പോഴും ബസ്സിൽ പോകുമ്പോൾ കുറെ കാര്യങ്ങൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ രണ്ടും തെറ്റ് ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ആളുടെ അത് 10 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അത് മതിയും തോന്നുന്നുണ്ട്. മരിച്ചുപോയി 10 വർഷമൊക്കെ മതി. 10 വർഷം വേണ്ട. കാരണം അവരുടെ ദീപക് എന്ന് പറഞ്ഞ ആളുടെ പാരന്റ്സിന് പോയ നഷ്ടം 10 വർഷം അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് മാറാൻ പോകുന്നില്ല. അപ്പൊ എന്താണ് തൂക്കിക്കൊല്ലാം അങ്ങനെ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറെ അത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ മിക്ക ആൾക്കാർക്ക് ലോയിൽ ഒരു പേടിയില്ല. കാരണം അവർക്ക് അറിയാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇറങ്ങിപ്പോയില്ലെങ്കിൽ അവിടെ ജയിലിൽ കിടന്ന് കുറച്ച് ദിവസം നല്ല സുഖിച്ചിട്ട് വരാന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അത് തെറ്റായിട്ട് തോന്നി. ഇപ്പൊ അറിയായിരുന്നു ജയിലിൽ ഇപ്പോ സാലറി കൂട്ടി കൊടുക്കാം. നമുക്ക് വെളിയിൽ സാലറി ഇല്ല അത്രേ ഉള്ളൂ, പക്ഷെ അവർക്ക് അതുണ്ട്. അതുപോലെ ആ ഷിംജിത എനിക്കറിയില്ല ഇനി അവിടെ പോയി ആൾ മാറുമെന്നുള്ളത്. അത് മനുഷ്യരുടെ കാര്യമാണ്. ഇപ്പൊ റീച്ചിന് വേണ്ടിയാണ് ആളിങ്ങനെ ഒരു കാര്യം തന്നെ ചെയ്തത്. ഇപ്പൊ ഒരാളുടെ ലൈഫ് തന്നെ അത് കാരണം പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 10 വർഷ ശിക്ഷ എന്ന് പറയുന്നത് എന്തായാലും വലിയ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരു അറസ്റ്റ് കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അറസ്റ്റിന്റെ കേസും ആളെ ഭയങ്കര സേഫ് ആയിട്ട് കൊണ്ട്, കാരണം കുറെ പേര് അത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അത് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഭയങ്കരമായിട്ട് ഓവറായി കാണിക്കുന്നുണ്ട്. കാരണം സ്ത്രീകളെ ബസ്സിൽ കയറാൻ പാടില്ല എന്നുള്ളൊരു ബോർഡ് വെക്കുന്നതും അതും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഓവർ. എന്നാൽ നമ്മൾ ഇതിനെക്കാളും റിയാക്ട് ചെയ്യേണ്ടി. ഈ ഒരു കേസ് വന്നതിന് ശേഷം ഒരു 14 വയസ്സായ കുട്ടിയെ കാണാതായതും പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചതൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനും ജസ്റ്റിസ് വേണം, ഇതിനും ജസ്റ്റിസ് വേണം. തെറ്റ് ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെതായ ഒരു ശിക്ഷ വേണം. അപ്പൊ അതേ പറയാം. അയാളൊരു ഇപ്പൊ നമ്മളെ ബന്ധുവല്ല ഒന്നുമില്ല, ഇവിടുത്തുകാരനല്ല. അയാള് പിന്നെ അമ്മയും അച്ഛനെയും നോക്കുന്ന അയാളാണ്. ആ പെണ്ണല്ലേ ഫോക്കസറങ്ങളാണ്. അപ്പൊ ആ പെണ്ണ 20 കൊല്ലം ജയിലിൽ 20 കൊല്ലം മനുഷ്യനെ അതേ അഭിപ്രായമാണോ? പക്ഷെ ഇപ്പൊ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തില്ലേ, ഇനി ബാക്കിയുള്ള പെൺകുട്ടികൾ ഇതുപോലെയാണ് തെറ്റ് ചെയ്യാൻ ആണുങ്ങളുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം കണ്ടെന്ന് വെച്ചാൽ പുരുഷന്മാരും ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബസ്സിൽ കയറൂല, ബേസ് ബോർഡ് കൊണ്ട് കയറണം. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ എല്ലാവരും ഒരാൾക്ക് പോലെ അല്ല. അപ്പം ഇതേ കാരണം ഇനി വേറൊരാൾ ഇതുപോലെ അനുഭവപ്പെട്ടാലേ വേണമെങ്കിൽ ആ ആണിന് ഇന്ന് പറയാം, ആ ചുമ്മാ പറയണേ. അതെ അതെ. അയാൾ പൈസ വാങ്ങിക്കാതെ ആ ഉദ്യോഗസ്ഥൻ. അയാൾ മാന്യമായ രീതിയിൽ ഇടപെടുന്ന മനുഷ്യൻ. അതുകൊണ്ട് അയാൾ പെട്രോൾ പമ്പ് അനുഭവിച്ച് കൊടുക്കാത്തതിനെ കൊണ്ട് ചെയ്ത പണിയാണ് ഇതെന്ന് പറഞ്ഞാൽ വെറും സോഷ്യൽ മീഡിയ അത് മീഡിയ ആയിട്ടുണ്ട്.
ആ പെണ്ണ് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടേ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അടി കൊടുക്കാമല്ലോ. പക്ഷെ ആൾ അറിഞ്ഞില്ലേ ഇത്, ആളിത് ചെയ്യണമെന്നുള്ള അറിഞ്ഞിട്ടില്ല. അയാളെ പറ്റി ആണുങ്ങളിപ്പോ എല്ലാവരും താങ്കൾ പറഞ്ഞല്ല, അവൻ ഒരു പാവം പിടിക്കും, അവൻ അങ്ങനെയൊന്നുള്ളവനല്ല. ഇപ്പൊ എന്റെ ആളല്ലേ എവിടെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാർ മൊത്തവും പറയുന്നതാണ് ആ പാവപ്പെട്ട മനുഷ്യനാണ്, ഇതൊന്നും അയാൾ അറിയുന്നില്ല. എന്നോടം തന്നെ എടുത്തുകൊണ്ട് ഈ വാട്സപ്പിലൊക്കെ ഇട്ട് വന്നപ്പോ വീട്ടിൽ അത് പറ്റും തള്ളേന്തോ. എന്നാലും അവര് കിടന്ന് നിലവിളിക്കണമെന്ന് കാണാം തള്ളേന്തോ. ആളുടെ കുടുംബം പറഞ്ഞ് 2 ദിവസമായിട്ട് ഫോൺ ഭയങ്കരമായിട്ട് വരുമായിരുന്നു. അപ്പൊ ഇവര് തമ്മിൽ എന്തോ പൈസ ഇടപാട് അങ്ങനെയൊക്കെ ഇപ്പൊ ഒരു സംസാരമായിരുന്നു, ഭീഷണിപ്പെടുത്തി. ബസ്സിൽ കയറി കണ്ടുമുട്ടി അടുത്ത് നിൽക്കും, ഞെരുക്കുള്ള വണ്ടിയാണ്. അപ്പൊ ആ ഡ്രൈവറും കണ്ടക്ടറും ചോദിച്ചപ്പോ അങ്ങനെ ഒരു കേസൊന്നും ഇതിലുണ്ടായി. അല്ല, എന്തൊരു പ്രശ്നം നടന്ന ആദ്യം ബസ്സിലുള്ള ആൾക്കാരെ അറിയിക്കണമെന്നുണ്ട്, പക്ഷെ അവരത് അറിയിച്ചില്ല. അല്ലെങ്കിൽ ഒരു ആഴ്ചകാലം കിടക്കും. എല്ലാരും ഇപ്പൊ അതാണ് ന്യൂസ് കാണുന്നത്, എല്ലാരും രാവിലെ തൊട്ടേ ഒരേപോലെ മനസ്സിലായി. ഞാൻ പറയാം, എന്നാലും ആ പെണ്ണ് ചെയ്തത് തെറ്റാ. അത് തെറ്റ്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആരും ചെയ്യാൻ പാടില്ല. ആ വണ്ടി നിർത്തിയിട്ട് വളരെ ഇതേപോലെയാണ് തന്നെ. അപ്പൊ ആൾക്കാരും അറിയും, ഇത് അതും അറിഞ്ഞു അന്നും ചെയ്യും. അതൊക്കെ കാണിച്ചതൊക്കെ മാറ്റിപ്പോ പെണ്ണുങ്ങൾ കയറാത്ത ബസ് കയറിക്കോളാൻ. അതാണ് പ്രശ്നം. ഇപ്പൊ അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നു. ഇപ്പൊ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ എനിക്കും തോന്നി ബസ്സിനകത്ത് വേറെ ആക്രമണം നടക്കുന്നുണ്ട്, ആണുങ്ങൾ ചെയ്യുന്നത്. നമ്മള് ബസ്സിൽ പോതിരുന്ന ജോലിക്ക് പോകണ്ടേ? പ്രായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ അഭിപ്രായത്തിൽ എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ച അപ്പോഴേ ഞാൻ അവിടെ അതിന്റെ ശിക്ഷ കൊടുത്തിരിക്കും. ചെയ്യേണ്ട കാര്യമില്ല, കൊടുക്കും. ആ പാസ്പോർട്ടൊക്കെ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാരും ഇപ്പൊ അങ്ങനെയാണ് പറയണത്. എന്ന് വെച്ചാൽ എല്ലാരും സമൂഹത്തിൽ എല്ലാ പെൺപിള്ളേരും അങ്ങനെ ആയി എന്നുള്ള രീതി. പക്ഷെ അതല്ല, എല്ലാവരിലും മോശക്കാരുണ്ട്, ആണുങ്ങളും രണ്ടുപേരുണ്ട്. നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അല്ല, ഈ പെണ്ണെ പിന്നെ ചെയ്ത് വെറും പോക്കറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ബസ്സുകാരോടൊക്കെ പറയണം. അല്ലെങ്കിൽ ബസ്സിൽ ആളുണ്ടല്ലോ, രഹസ്യമായ രീതിയിൽ കൊണ്ടുവന്ന് മൊബൈലിൽ ഇപ്പൊ അടിച്ചു കൊടുക്കാനും എടുത്തു കൊടുക്കാനും ഒക്കെ ഇട്ടതിനെ കൊണ്ടാണ് ആ കുടുംബമായിരുന്നു അങ്ങനെയാണ്.